DGP TP Senkumarum ADGP ടോമിൻ തച്ചങ്കരിയും പോലീസ് ആസ്ഥാനത്ത് അടി തുടരുകയാണ്. ഇന്നലെ പോലീസ് ചീഫിനെ ADGP കൊഞ്ഞനം കുത്തി കാണിച്ചതായി ചീഫ് സെക്രട്ടറിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. അതല്ല DGP എന്നെ പിച്ചുകയും ചന്തിക്ക് നുള്ളുകയും ചെയ്തതായി ADGP തച്ചങ്കരിയും പരാതി പറഞ്ഞതായി പ്രതിപക്ഷ നേതാവ് പറയുന്നു. ചുരുക്കത്തിൽ ഈ പോലീസ് ആസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? സംസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ എന്താണ് ഈ അധികാര വടംവലിയോ പോരാട്ടം ഗവൺമെന്റാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്കിൽ താൻ അവനെ പിന്തുടരണം. അവൻ എവിടെ പോകുന്നു, ആരെല്ലാം കാണുന്നു, കംപ്ലീറ്റ് വെയർ അബൌട്ട്സ് അപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നാളെ മുതൽ അത് മാത്രമായിരിക്കും തന്റെ ഡ്യൂട്ടി. ഓക്കെ? ഓക്കെ സർ. ഗവൺമെന്റിന്റെ ഒത്താശയോടെ കൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ടാണ് ടോമിൻ തച്ചങ്കരി അവിടെ ഈ ഇപ്പോഴത്തെ സെൻകുമാറിനെതിരായിട്ട് കരുക്കൾ നീക്കുന്നത് എന്നാണ് പത്രവാർത്തകൾ. ഇങ്ങോട്ട് നോക്കാൻ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെ സാറിനറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ താർക്കുത്തരം പറയുന്നോടാ. പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഇന്ന് ആരുടെ കൊമ്പിൽ സത്യത്തിൽ പോലീസ് ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട പോലീസിന്റെ ഭരണനിർവഹണത്തെ ഈ സെൻകുമാറിനോടുള്ള രാഷ്ട്രീയ പ്രതികാരത്തിന്റെ പേരിൽ ഗവൺമെന്റ് പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുക. സോറി സർ. അവന്റെ ഒരു സോറി. ജയ്, നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. നീ കണ്ടോ, കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. കേരളത്തിലെ പോലീസ് ഭരണത്തിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. DGPയും ADGPയും തമ്മിൽ കയ്യാങ്കളിയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ചെളിവാരി എറിയുന്നു. ഇതൊന്നും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. കേരളത്തിലെ പോലീസ് ഭരണം ഇന്ന് കുത്തഴിഞ്ഞിരിക്കുന്നു. തോന്നിവാസം പോലെ ആളുകൾ ഓരോന്നും പ്രവർത്തിക്കുന്നു. കേരള പോലീസിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത അരാജകത്വം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിതെല്ലാം. ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. കുട്ടി മിണ്ടുന്നില്ല. DGPയും ADGPയും തമ്മിൽ പ്രശ്നം. DGPയുടെ ഗൺമാനെ തിരിച്ചു വിളിക്കുന്നു. ആഭ്യന്തര വകുപ്പ് അന്ത്യശാസ്ത്രം. ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത്? കുട്ടി മിണ്ടുന്നില്ല. ഇതുപോലൊരു ഭരണമുണ്ടോ? ഇതാണോ ഒരു ജനങ്ങൾ പ്രതീക്ഷിച്ച ഭരണം? വളരെ ദുഃഖകരമായ പ്രതിഷേധാർഹമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഡൽഹി മുഴുവൻ തൂത്ത് വൃത്തിയാക്കുന്ന സ്വച്ഛ ഭാരത പോരാളിയുടെ പോരാട്ടം കാണാം. നീ എന്താ ആലോചിക്കുന്നത് മുതലാളി? ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. ചണ്ടയാടി നടപ്പ് ഇടത്തും വലത്തും താളം തുടിച്ച് ചിരിച്ചു മധ്യരെ മയക്കും പോക്ക് കണ്ടില്ലേ? ഡൽഹിയിലെ ദേശീയോദ്യാനത്തിൽ മുഴുവൻ ചവറ്. ഇത് കണ്ട വനം പരിസ്ഥിതി മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനൻ അപ്പോൾ തന്നെ ക്യാമറയും കൂട്ടി സംഭവം വൃത്തിയാക്കാൻ തുടങ്ങി. മന്ത്രിമാരായാൽ ഇതുപോലെ ആത്മാർത്ഥമായി പണിയെടുക്കണം. എന്താ പെർഫോമൻസ്? നീ എന്താ ആലോചിക്കുന്നത് മുതലാളി? ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ? അന്തം വിട്ടു നോക്കി ഗ്രാമമാകെ എങ്ങൊന്നിന വന്ന ദേവദൂതൻ തലോടലാലെ നീറ്റിലോളമാല കെട്ടും കാറ്റിനാൽ തളർച്ച മാറ്റിനാടിനെന്തു പൊന്നുമെന്നു വന്നതോ വിളിപ്പുറത്ത് തിച്ചു നിൽക്കും ഉജ്വല പ്രഭാവമേ വരൂ വരൂ തുടിക്കും ആത്മവീര്യമേ. തൊലിയ ചണ്ടയാടി നടപ്പ് ഇടത്തും വലത്തും താളം തുടിച്ച് ചിരിച്ചു മധ്യരെ മയക്കും പോക്ക് കണ്ടില്ലേ? वो स्वच्छ जल के लिए, स्वच्छ वायु के लिए, स्वच्छ नदी के लिए, स्वच्छ वन के लिए और स्वस्थ प्राणियों के लिए अपना कोई न कोई एक अच्छे काम के द्वारा कंट्रीब्यूशन करे. കാണാനെന്തു രസം കണ്ടാൽ കണ്ണിറയും ധർമ്മം കൊണ്ടു കൈ വന്നതായി
വാക്കിൽ തേൻ കനിവും നോക്കിൽ സാന്ത്വനവും ക്രമത്തിന്റെ ഭാഗ്യമതി. നാട്ടിലെങ്ങും പകർച്ചപ്പനി വ്യാപിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വെറുതെ ഇരിക്കുമല്ല. ഇപ്പോൾ വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നു, ഡെങ്കുപ്പനി തടയാൻ 100 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് നിയമിച്ചെന്ന്. നന്നായി. തമ്പാനൂര് ബസ്സിറങ്ങി നടന്നു വരുന്ന ഡെങ്കുവിനെ ആശുപത്രിക്ക് മുന്നിലിട്ട് തടയട്ടെ. അതുവരെ നല്ല നമസ്കാരം.